മാമിയം ചലിതാ വിലോക്യ വൃതം വധൂനി ജയേന മാമിയം ചലിതാ വിലോക്യ വൃതം വധൂനി ജയേന സാപരാധതയാ മയാപി ന വാരിതാതി ഭയേന ഹരി ഹരി ഹതാ ദരതയാ സാഗതാ കുപിതേവ ഹരി ഹരി ഹതാ ദരതയാ കൃഷ്ണ 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 ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച മൂകാംബികയിൽ പോയിരുന്നു. ഈ വർഷം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ദേവി അവിടേക്ക് വിളിക്കുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നുകയാണ്. കാരണം ഞങ്ങൾ 7 ഭഗവാന്റെ 7 ഗോപികന്മാർ, ഞങ്ങൾ 7 പേരും കൂടെയാണ് പോയത്. അത് പോകാനൊരു കാരണം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുള്ള ഗീത ചേച്ചിയുടെ ബ്രദർ ബഹ്റൈനിലായിരുന്നു. അദ്ദേഹം അവിടെ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു. ഒരു 2 വർഷമായി ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു ജൂലൈ 2. അപ്പം ചേച്ചി ഒരു ആഗ്രഹം പറഞ്ഞു. അദ്ദേഹം വലിയ മൂകാംബിക ഭക്തനായിരുന്നു. അതായത് അദ്ദേഹം നാട്ടിൽ വരികയാണെങ്കിൽ എപ്പോഴും പോകുന്ന സ്ഥലവും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം, പോകാൻ ഇഷ്ടമുള്ള സ്ഥലവും മൂകാംബികയായിരുന്നു അത്ര. അപ്പോൾ ചേച്ചിയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഡെത്ത് ആനിവേഴ്സറിക്ക് എല്ലാവരും, അതായത് എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അടുത്ത് ചെന്നിട്ട് ദേവി മഹാത്മ്യം വായിച്ച് സമർപ്പിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്ലാനിങ്. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു, ഏകാദശി ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി പോയിട്ട്, ഞങ്ങൾ 7 പേരും കൂടെ പോയിട്ട്, അപ്പം ചേച്ചിയുടെ ഒരു ആഗ്രഹം ഇതാണ്. കാരണം നമ്മൾ വിട്ടു പിരിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അത് നിങ്ങൾ ആ ദിവസങ്ങളിൽ അങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകളുടെ മെമ്മറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് രാവിലെ മുതൽ അവിടെ ഇരുന്നിട്ട് ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കാര്യമായിരിക്കും അത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 4 മാസത്തിന് മുന്നേ മാർച്ചിൽ ഞാൻ മൂകാംബികയിൽ പോയിരുന്നു. എന്നിട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം നല്ലൊരു കാര്യമല്ലേ. അപ്പം എനിക്കാണെങ്കിലോ നമ്മളിങ്ങനെ രാവിലെ മുതൽ, എൻ്റെ ഒരു ആഗ്രഹം, രാവിലെ മുതൽ ദേവിയുടെ അവസാനം നട അടയ്ക്കണ വരെ അവിടെ ഇരുന്ന് ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. ദേവിയുടെ പല 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 നാമങ്ങളുണ്ടല്ലോ, അതിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചൊല്ലുക. അതെൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ ആ ദിവസം, ഏകാദശി ദിവസം തന്നെ അവിടെ ഇരുന്ന് നിറയെ ചൊല്ലി. അത് മാത്രമല്ല, ഏകാദശി ദിവസം സാധാരണ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഫുഡ് കഴിക്കാത്തതാണ്. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ദേവിയുടെ പ്രസാദം കഴിച്ചു. ദേവിയുടെ പ്രസാദം മാത്രമേ കഴിച്ചുള്ളൂ. ഉച്ചയ്ക്കും വൈകുന്നേരവും മൂകാംബികാമ്മയുടെ അന്നപ്രസാദം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് വെച്ചാൽ വയറ് വീർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ദേവിയുടെ പ്രസാദം അത് കഴിക്കുക, അവിടെ ഇരുന്ന് ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലി. എനിക്ക് സൗന്ദര്യ ലഹരി 100 ശ്ലോകവും വായിച്ച് ദേവിക്ക് സമർപ്പിക്കാൻ സാധിച്ചു. പിന്നെ ദേവി മഹാത്മ്യം ചൊല്ലി. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ സൗന്ദര്യ ലഹരി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി ആദ്യം ദേവിയുടെ ബാക്കിലത്തെ സൈഡിൽ ഇരുന്നാണ്ട് വായിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് പിന്നെ ദേവിയുടെ എന്തോ പൂജയായപ്പോൾ ഞങ്ങളെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അപ്പോൾ ഒരു 47 ശ്ലോകങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് വായിച്ച് തീർക്കാന്ന് വെച്ചാൽ അപ്പോൾ അവിടെ കുട്ടികൾക്ക് എഴുത്തിനിരുത്തൽ നടത്തുക. അപ്പോൾ മൂകാംബികയിലെ ഒരു പ്രത്യേകതയാണ്, ഏത് ദിവസം ചെന്നാലും എഴുത്തിനിരുത്താം. അത് ചൊവ്വയോ വെള്ളിയോ അങ്ങനെ ഒരു ദിവസവും മോശമില്ല എഴുത്തിനിരുത്താൻ. എന്ന് ചെന്നാലും നമുക്ക് മൂകാംബികയിൽ പോയാൽ കുട്ടികളെ ഏത് ദിവസം എഴുത്തിനിരുത്താം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അവിടെ എഴുത്തിനിരുത്ത രാവിലത്തെ ആ സമയം അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ ഇരുന്നിട്ട് ജപിക്കാൻ, മീൻസ് അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുമേനി പറഞ്ഞു, ഇവിടെ ഇരുന്ന് ജപിക്കരുത്, കുട്ടികളെ അത് ചെയ്യാണ്, നിങ്ങൾ അവിടെ പൊയ്ക്കോന്ന് പറഞ്ഞു. ചണ്ഡികാ ഹോമം നടത്തണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞാൽ മൂകാംബികലത്തെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ ദിവസവും ചണ്ഡികാ ഹോമം ഉണ്ട്. ശ്രീ ദേവി മഹാത്മ്യം വായിച്ചിട്ട്, അതായത് ശ്രീ ദേവി മഹാത്മ്യത്തിലെ 700 ശ്ലോകങ്ങളാണ് ഈ ചണ്ഡികാ ഹോമത്തിൽ ചെയ്യണത്. അപ്പൊ അത് എല്ലാ ദിവസവും വായിച്ച് ദേവിക്ക് പല സമർപ്പണങ്ങളും ചെയ്യും. വസ്ത്രമൊക്കെ അഗ്നിക്ക് സമർപ്പിക്കും. അപ്പൊ അതിന്റെ ആ പുകയൊക്കെ അടിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ചണ്ഡികാ ഹോമം നടക്കുന്ന സ്ഥലം. അതിന്റെ സൈഡിൽ ഇരുന്നിട്ട് വായിച്ച് ഞങ്ങൾ അത് സമർപ്പിച്ചു ദേവിക്ക്, ബാക്കിയുള്ള ശ്ലോകങ്ങൾ മുഴുവനും. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ചണ്ഡികാ ഹോമം തന്നെ ദേവി മഹാത്മ്യമാണ് ചൊല്ലണത്. അപ്പൊ ആ സൗന്ദര്യ ലഹരി ദേവിയെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് വായിച്ചിട്ട് സമർപ്പിക്കാൻ മാത്രമല്ല, ഇരിക്കുന്നതിന്റെ തൊട്ടുമേലെ നോക്കുമ്പോൾ അതാ ശ്രീ ശങ്കരാചാര്യരെ ഇങ്ങനെ ഫോട്ടോ ഇട്ട് മാലിട്ട് വെച്ചേക്കണം. അപ്പം ശ്രീ ശങ്കരാചാര്യരുടെ മുന്നിൽ, ദേവിയുടെ ബാക്കിലാണല്ലോ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാ വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ അവിടെ നിന്ന് എണീപ്പിച്ച് വിട്ടപ്പോ എനിക്ക് വിഷമമായി. കാരണം ഞാൻ ഗുരുസ്ഥാനത്ത്, കാരണം എനിക്കത് ആരും പറഞ്ഞു തരാനില്ല. സൗന്ദര്യലഹരി ഞാൻ പുസ്തകം നോക്കിയാണ് പഠിക്കുന്നത്, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ എന്റെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരെ തന്നെയാണ്. അദ്ദേഹമാണല്ലോ അത് എഴുതിയ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ അത് പാടി സമർപ്പിക്കുമ്പോൾ, ഞാനത് അവിടെ ഇരുന്ന് ചൊല്ലുമ്പോൾ തന്നെ എനിക്ക് ഒരു സങ്കടവും ഇല്ല, സന്തോഷത്തോടുകൂടിയാണ് ചെല്ലണമെങ്കിൽ പോലും എന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒരു കാരണം ഇല്ലാണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുക. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സൗന്ദര്യ ലഹരി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ദേവിയുടെ ആനന്ദ ലഹരി എന്നാ പറയണം. ആദ്യത്തെ 41 ശ്ലോകങ്ങൾ ആനന്ദ ലഹരി എന്നാ പറയണം. അപ്പൊ ആ ആനന്ദം കൊണ്ടായിരിക്കാം ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ഭഗവാനും ദേവിയും സന്തോഷിക്കുന്നത് കൊണ്ടായിരിക്കാം ആ കണ്ണിൽ നിന്ന് വെള്ളം വന്നതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആ സൗന്ദര്യ ലഹരി മുഴുവനും വായിച്ച് 100 ശ്ലോകവും വായിച്ച് സമർപ്പിച്ചു. ഇപ്പൊ ഞാൻ ഓരോ ആഴ്ചയിൽ 2 ശ്ലോകം വെച്ച്, അത് ഞാൻ ചൊവ്വയും വെള്ളിയും ഓരോ ശ്ലോകവും ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കണ പോലെയാണ് അതെനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത് ശ്രീഷയാണ്. അപ്പൊ അതില് പാട്ടൊക്കെ മിക്സ് ചെയ്ത് തരും ശ്രീഷ. അപ്പൊ ആ കുട്ടിക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ എപ്പോഴും പറയും. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് പറ്റണ സമയത്തൊക്കെ ഇത് ചൊല്ലിയിടാം. പക്ഷെ ആ കുട്ടി എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും, ചേച്ചി ഇന്ന് ചൊവ്വാഴ്ചയായി, ഇന്ന് ദേവി മഹാത്മ്യം ഇന്ന് സൗന്ദര്യലഹരിയുടെ ശ്ലോകം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് ഞാൻ ചൊവ്വയും വെള്ളിയും കൃത്യമായിട്ട് അതിങ്ങനെ ഓരോ ശ്ലോകം വെച്ച് ഇടുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാകണ രീതിയിലുള്ളത് കാര്യങ്ങൾ ഞാനിപ്പോ ആദ്യം ഞാൻ പുസ്തകം നോക്കി ജസ്റ്റ് വായിച്ച അർത്ഥം പറയായിരുന്നു. ഇപ്പൊ എനിക്ക് കഴിയണ രീതിയിലുള്ള അർത്ഥം ഞാൻ അല്ലാണ്ട് എന്നെ മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഓരോ ശ്ലോകത്തിലും ഓരോ കാര്യങ്ങൾ സിദ്ധികളാണ് നമുക്ക് കിട്ടുക. 100 യോഗിനിമാര്, ആ 100 യോഗിനിമാര് ചേർന്ന ദേവി. അപ്പൊ ആ 100 യോഗിനിമാര് നമുക്ക് 100 സിദ്ധികളാണ് നമുക്ക് തരിക. അത് എല്ലാ ശ്ലോകവും ചൊല്ലണം എന്നില്ല എല്ലാ ദിവസവും. ഒരു ശ്ലോകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ശ്ലോകം ഡെയിലി ചൊല്ലിയാലും മതി, ആ ശ്ലോകത്തിലെ ഫലസിദ്ധി നിങ്ങൾക്ക് കിട്ടും എന്നാ പറയണം. അങ്ങനെ സൗന്ദര്യ ലഹരി വളരെ പവർഫുൾ ആണ്. അപ്പൊ എല്ലാവരും സൗന്ദര്യ ലഹരി പഠിക്കാനും വായിക്കാനും കേൾക്കാനും ശ്രമിക്കുക. അപ്പൊ എനിക്ക് ദേവി തന്ന ഒരു ദേവി മഹാത്മ്യം ഞാൻ നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞത്. പല ആളുകൾക്ക് പേടിയായിരുന്നു ദേവി മഹാത്മ്യം, അയ്യോ തെറ്റിപ്പോയാൽ നമുക്ക് ശാപം കിട്ടുമോ, ദേവി നമ്മളെ ശപിക്കുമോ. പക്ഷെ ഇപ്പൊ എത്ര സ്ത്രീകളാണ്, എത്ര പേരാ ദേവി മഹാത്മ്യം ചൊല്ലാൻ തുടങ്ങിയെന്നറിയാമോ? അവരുടെ പേടിയൊക്കെ മാറി അവരെല്ലാവരും ഇപ്പൊ ദേവി മഹാത്മ്യം ചൊല്ലാൻ തുടങ്ങി. അപ്പൊ അതുപോലെ സൗന്ദര്യ ലഹരിയും പലരും എന്നോട് പറഞ്ഞു അത് കുറച്ച് കട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാവരും അതും ചൊല്ലാൻ തുടങ്ങി, സൗന്ദര്യ ലഹരി ചൊല്ലാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഈ പേടിയൊക്കെ മാറിയിട്ട് എല്ലാ ആളുകളും ഇങ്ങനെ ഈശ്വരനിലേക്ക് ഇല്ലെങ്കിൽ ഈശ്വരീയതയിലേക്ക്. ഞാൻ ഇപ്പൊ സൗന്ദര്യ ലഹരിയിൽ ഇപ്പൊ ഒരു ശ്ലോകം ഞാനിപ്പോ ലാസ്റ്റ് ഒരു 29th ശ്ലോകം ആണെന്ന് തോന്നുന്നുണ്ട്. ആ 29th ശ്ലോകത്തില് അതില് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ ഈ ദേവീനെ പറ്റി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇത് പൂജിച്ച് വരുമ്പോൾ നമുക്ക് താതാത്മ്യം ഉണ്ടാവും. അത് നമുക്ക് സ്വയം ദേവി എന്റെ ഉള്ളിലുണ്ട്, ഞാൻ ദേവി ചൈതന്യാണ് എന്നുള്ള തോന്നല് നമ്മൾക്ക് തന്നെ തോന്നും എന്നാ പറയണത്. 29ാമത്തെ ശ്ലോകത്തിൽ അത് സൗന്ദര്യ ലഹരിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലുണ്ട് ദേവി, ഞാൻ ദേവിയാണ്, അല്ലെ താതാത്മ്യ രൂപം. നമ്മളങ്ങനെ നമ്മൾക്ക് തന്നെ നമ്മളിലുള്ള കോൺഫിഡൻസ് കൂടുന്ന പറയുന്നത് സൗന്ദര്യ ലഹരി. അപ്പൊ അത് ഇതായി. പിന്നെ രാവിലെ മുതൽ അവിടെ തന്നെ ഇരുന്നിട്ട് ദേവി മഹാത്മ്യവും സൗന്ദര്യ ലഹരിയും മഹാലക്ഷ്മി സ്തവവും പിന്നെ ശ്യാമളാദണ്ഡകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൊല്ലാൻ. ശ്യാമളാദണ്ഡകം കാളിദാസ വിരചിതമായിട്ടുള്ള, കാളിദാസന്
വാഗ്മി ആവാനുള്ള കഴിവ് കൊടുത്ത ശ്യാമളാദേവി, മാതംഗ മുനിയുടെ മകളായിട്ട് ജനിച്ചപ്പോൾ മാതംഗി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ശ്യാമളാദേവി ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ മന്ത്രിണി ദേവിയാണെന്നാണ് പറയുന്നത്. ലെഫ്റ്റ് റൈറ്റ് രണ്ടുപേര് ഇരിക്കുന്നുണ്ട്. ദേവിയുടെ ലെഫ്റ്റ് റൈറ്റ് ഒന്ന് വാരാഹി ദേവിയും ഒന്ന് മാതംഗി ദേവിയാണ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അതില് പ്രധാനപ്പെട്ട ദേവിയാണ് ശ്യാമളാദേവി. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോക്ക് ദേവിയുടെ മഹാത്മ്യമൊക്കെ ഇല്ല. നമ്മുടെ ഇവിടെ കേരളത്തിലെ തന്ത്ര കൗള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ രാധാദേവിയെ പ്രാർത്ഥിക്കണ അറിയാലോ, രാധാറാണി. അപ്പൊ രാധാറാണി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് രാധാറാണിയുടെ ഇതുപോലെ ലെഫ്റ്റ് റൈറ്റ് ലളിതാ സഖി, വൈശാഖ സഖി, പിന്നെ വേറെ 8 സഖിമാര്, മീൻസ് അതല്ലാണ്ട് അവരുൾപ്പെടെ 8 സഖിമാര്, പിന്നെ അവർക്ക് ഒരു 8 പേര് താഴെ, ഓരോ സഖിമാർക്ക് 8 സഖിമാര്, പിന്നെ അവർക്ക് അങ്ങനെ 108 സഖിമാര്, പിന്നെ അങ്ങനെ. അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് മനസ്സിലായത് ഇത് തന്നെയാണ് ശ്രീചക്രം. അപ്പൊ ആ ബിന്ദു ആയിട്ടിരിക്കുന്ന മഹാത്രിപുര സുന്ദരി അത് രാധാറാണി, ആ രാധാറാണിയുടെ സഖിമാര്. അപ്പൊ അത് സാധാരണ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അത് ഗോപികമാരാണ്. പിന്നെ തന്ത്രശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് യോഗിനിമാര്, വശിനി ദേവതകള് അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അപ്പൊ നമ്മളെപ്പോലെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാത്രിപുര സുന്ദരി എന്ന് പറഞ്ഞാൽ രാധാറാണിയാണ്. രാധാറാണിയുടെ ഗോപികമാരും അത്രയും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് കേട്ടോ. അത് ഓൾറെഡി അത് നമ്മൾ ഈ വൃന്ദാവനത്തിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ദേവിയുടെ ആ ശക്തിയുടെ രാധാറാണിയുടെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ദേവി മാത്രല്ല ദേവിയുടെ കൂട്ടുകാരിമാര്, സഖിമാര്, അങ്ങനെ ഓരോരോ ദേവിമാര് അങ്ങനെ. അപ്പോ അത് നമുക്ക് ശ്രീകൃഷ്ണൻ പരമേശ്വരൻ തന്നെയാണ് ഒബ്വിയസ്ലി. നമ്മള് ബ്രഹ്മസംഹിതയിൽ പറയുന്നത് കൃഷ്ണൻ ശുദ്ധമായിട്ടുള്ള പാലാണ്. ഈ പാലിൽ നിന്നുണ്ടായ തൈര്, വെണ്ണ, അങ്ങനെ പല പല പ്രോഡക്റ്റുകൾ ഉണ്ടാവില്ലേ, അതാണ് ബാക്കിയുള്ള ത്രിമൂർത്തികൾ എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാം അൾട്ടിമേറ്റ് ആണ്. ആ അൾട്ടിമേറ്റിൽ നിന്ന് ഉണ്ടായതാണ് എല്ലാം. ആ നാരായണൻ തന്നെ സ്പ്ലിറ്റ് ചെയ്താണ് നാരായണിയായി മാറിയത്. അതാണല്ലോ നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മൂകാംബികയിൽ പോയിട്ട് അവിടെ രാവിലെ മുതലിരുന്ന് എല്ലാം വായിച്ചു. അവസാന ദേവിയുടെ കുറെ പ്രാവശ്യം 6, 7, 8 പ്രാവശ്യം തൊഴുതു. നല്ല മഴ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. അല്ലാത്ത സമയത്ത് ചെല്ലുമ്പോഴൊക്കെ നിറയെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് വളരെ ആൾക്കാർ കുറവായതുകൊണ്ട് വീണ്ടും കയറി പ്രാർത്ഥിച്ചു. പിന്നെ ദേവി, നിങ്ങൾ എപ്പോഴും വിചാരിക്കും നിങ്ങളെല്ലാം ആ ബിംബത്തിലേക്കാണ് നോക്കുന്നത്. ശരിക്കും ആ ബിംബം ശ്രീ ശങ്കരാചാര്യരുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ട രൂപമാണ് ശങ്കരാചാര്യർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും മൂകാംബികയിലെ ശരിക്കുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഫ്രണ്ടിലിരിക്കുന്ന സ്വയംഭൂ ലിംഗമാണത്. ആ ലിംഗമാണ് നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ആ ചൈതന്യം എന്ന് പറയുന്നത്. അതിൽ ഏത് ദേവിയെയാണോ നിങ്ങൾ മനസ്സിൽ കാണുന്നത് അതാണ് ആ ലിംഗം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ലിംഗം എന്ന് പറയുമ്പോൾ ഉടനെ ശിവൻ, ദേവി അതൊക്കെ ആലോചിക്കുമെങ്കിലും ഗണപതി വരെ നിങ്ങളിപ്പോ ഉപാസിക്കുന്നത് ഗണപതി ആണെങ്കിൽ ആ ലിംഗം ഗണപതിയാണ്. അതാണ് ആ ലിംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് ദേവനെയാണോ നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് ഉപാസിക്കുന്നത് അതാണ് ആ ലിംഗത്തിലെ ചൈതന്യമായിട്ട് നിങ്ങൾക്ക് അനുഭവവേദ്യാവുക. അതാണ് ആ മൂകാംബികയിലെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഏത് ജാതി മതസ്ഥർക്കും എപ്പോഴും പോകാവുന്ന ക്ഷേത്രമാണ് മൂകാംബിക. ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എല്ലാവർക്കും പോകാൻ പറ്റുന്ന ക്ഷേത്രമാണ് മൂകാംബിക. അവിടെ പോകുമ്പോഴുള്ള വൈബ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് മൂകാംബികയിലെ വൈബ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ദേവിക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവിയുടെ ഒരു പ്രസാദം കിട്ടും, ഒരു കഷായം കിട്ടും. അത് വളരെ നല്ലതാണ് നമ്മൾക്ക് അത് കുടിക്കണത്. അതെല്ലാം കിട്ടി. പിന്നെ ദേവിയുടെ പ്രസാദമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റാണ് ദേവിയുടെ പ്രസാദം കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ള പ്രസാദമാണ് അവിടുത്തത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും സ്വസ്തിയേക്ക് രുചി മണവും തിരിച്ചു കിട്ടിയോന്ന്. എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ ഈ അന്ധനായിട്ടുള്ള ആള് ആനയെ കാണുമ്പോൾ അയാളൊരു രൂപം മനസ്സിൽ കാണൂലേ, അതുപോലെ എനിക്ക് ചില ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഉള്ളിൽ തോന്നും. അതാണ് എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ ഒരു ദിവസം മുഴുവനും അമ്പലത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും ഒരു വീട്ടിലോ ഇരുന്നിട്ട് ജപിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കുക. അതിന്റെ പുണ്യം എന്ന് പറയുന്നത് അത് വല്ലാത്ത അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് വേറെ തന്നെയാണ്.
പിന്നെ മൂകാംബികയിൽ പോയപ്പോൾ ഞങ്ങൾ വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. ഇതുവരെ ഞാൻ പോയിട്ടില്ലാത്ത ബ്രഹ്മലിംഗേശ്വർ ക്ഷേത്രത്തിൽ പോയി. പിന്നെ പിന്നെ ഒരു ആനഗട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി. പിന്നെ ഞങ്ങൾ വേറൊരു ക്ഷേത്രത്തിൽ പോയി, ഒരു ചണ്ഡിക കുംഭാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചണ്ഡികാ ദേവി ക്ഷേത്രമുണ്ട്. അത് ദേവി ഒരു വലിയ ഒരു നല്ല കാശൊക്കെ ഉള്ള ഒരാള്, ഭയങ്കര ദേവി ഭക്തനാണ്. അദ്ദേഹത്തിന്റെ മൈൻഡിൽ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചതാണ്. ഉള്ളിൽ ഫുള്ള് സ്വർണ്ണമാണ് കേട്ടോ. ദേവിയുടെ മുഖം കാണാനാണെങ്കിലോ കണ്ണൊക്കെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുള്ള വിഗ്രഹമാണ്. ഫുള്ള് സ്വർണ്ണ നിറത്തിലൊക്കെയാണ്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലമാണത്. അതിന്റെ അകത്ത് മഹാഗണപതി ഉണ്ട്, തിരുപ്പതി ഭഗവാൻ ഉണ്ട്. അത് നല്ലൊരു സാധാരണ ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നാ പറയാ. പക്ഷെ ആ ക്ഷേത്രത്തില് ഞങ്ങൾക്ക് ഭയങ്കര കംപ്ലീറ്റ് സ്വാതന്ത്ര്യം തന്നു. ഞങ്ങൾ നിറയെ പാട്ടൊക്കെ പാടി. അങ്ങനെ ഒരു ക്ഷേത്രം കണ്ടു, ചണ്ഡികാദേവി ക്ഷേത്രം പിന്നെ കുംഭാശി. പിന്നെ ആ മഹാഗണപതി ക്ഷേത്രം. ആ മഹാഗണപത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാഗണപതി ക്ഷേത്രത്തില് നല്ല എന്താ പറയാ പ്രസാദം, അവിടുത്തെ പ്രസാദം മൂകാംബികയിലത്തെ അതേ പ്രസാദമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ഞങ്ങൾ ഉടുപ്പിയിലേക്ക് പോവായിരുന്നു, ഉടുപ്പിയിൽ നിന്ന് ഫുഡ് കഴിക്കണോ ഇവിടെ നിന്ന് കഴിക്കണോന്ന്. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഭഗവാൻ തോന്നിച്ചു. അന്ന് ബുധനാഴ്ചയും കൂടെ ആയിരുന്നു, അപ്പൊ ഗണപതിയുടെ ദിവസമാണ്. അപ്പൊ ഇന്ന് ഇവിടെ നിന്നും കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കഴിച്ചു. പിന്നെ ഞങ്ങൾ ഉടുപ്പിയിൽ ചെന്നപ്പോൾ അവിടെ അന്നപ്രസാദത്തിന്റെ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നും അന്നപ്രസാദം കഴിച്ചു. കൃഷ്ണന്റെ ഉടുപ്പിയിലത്തെ അനുഭവം പറയണം എന്ന് വെച്ചാല്, ഉടുപ്പിയിൽ വെച്ചാല് ഞങ്ങൾ വൈകുന്നേരം 6 മണിക്കാണ് ഞങ്ങള് ചെന്നത്. അപ്പൊ ദീപാരാധന സമയമാണല്ലോ. അത് അവിടുത്തെ ദീപാരാധന ഒരു പ്രത്യേക വൈബാണ്. എന്റെ അമ്മോ, ശംഖൊക്കെ ഊതി പ്രത്യേക തരത്തിലുള്ള ഒരു വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ നമ്മള് ഇത് കാണുമ്പോ നമ്മൾക്ക് ഭയങ്കരമായിട്ടും നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും. അത് കഴിഞ്ഞതിന് ശേഷം ദീപാരാധന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട പുരോഹിതൻ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വെഞ്ചാമർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അത് ഒരു അരമണിക്കൂർ കൈ കടയാതെ ആളങ്ങനെ ആളങ്ങനെ വീശി അതിന്റെ കൂടെ പാട്ടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആകുമ്പോൾ നമ്മൾക്കിങ്ങനെ വല്ലാത്തൊരു അനുഭൂതിയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കനകദാസന്റെ ശ്ലോകം, കനകദാസന് വേണ്ടിയിട്ട് ഒരു എന്റെ ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ മാറ്റിയ ആളാണല്ലോ ഉടുപ്പി കൃഷ്ണൻ. അദ്ദേഹത്തിന് ഉള്ളിൽ കയറ്റാത്ത കാരണം എന്നിട്ട് സ്വയം അങ്ങോട്ട് തിരിഞ്ഞിട്ട് കനകദാസൻ എവിടെ നിന്നാണോ പാടുന്ന അങ്ങോട്ടേക്ക് ഭഗവാൻ തന്നെ തിരിഞ്ഞു എന്നാ പറയണത്. അപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ ക്ഷേത്രത്തിന്റെ കേറണ ഭാഗം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബാക്കിൽ കൂടി ഇങ്ങനെ ഒരു ഹാളിൽ കൂടിയാ ഭഗവാനെ കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ വിൻഡോ ഇങ്ങനെ ജനൽപ്പടി പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഈ ദീപാരാധനയിലെ ഈ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ കനകദാസന്റെ സ്തോത്രമാണെന്ന് തോന്നുന്നുണ്ട് ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ചൊല്ലൂട്ടോ ഭഗവാനെ. അയ്യോ, അത് കേൾക്കാൻ എന്ത് രസാന്നറിയോ. അതും പിന്നെ നിറയെ വിളക്കൊക്കെ തെളിച്ചിട്ട് പിന്നെ ഈ പാട്ടും ശംഖൂതണതും എല്ലാം കൂടി ആവുമ്പോ നമ്മളങ്ങോട്ട് വേറൊരു ലോകത്തെത്തും. എന്നിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഭഗവാന്റെ നേരെ ദീപാരാധന ഇങ്ങനെ ചെയ്യണില്ലേ. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നേരെ ആ നമസ്കാര മണ്ഡപത്തിന്റെ മുന്നിൽ ഞാൻ ഭഗവാന്റെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് ഭഗവാന്റെ കണ്ണ് എനിക്കിങ്ങനെ ആ ഹോളിന്റെ ഇടയിൽ കൂടെ ആ കണ്ണ് മാത്രം എനിക്കിങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കണ പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് അവിടെ പൂജ ചെയ്യുന്നവർക്കാണ് അവിടെ ശരിക്കും നിൽക്കാൻ പറ്റുക. പക്ഷെ എല്ലാവരും കൂടെ ഓടി വന്നപ്പോ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കയറി, അപ്പൊ എനിക്ക് മുന്നിൽ തന്നെ നിൽക്കാൻ പറ്റി. അപ്പൊ എനിക്ക് ആ ഭഗവാന്റെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ മാമിയം ചൊല്ലി, അഷ്ടപതിയൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ ദീപചേച്ചിക്ക് ഒരു തിരുമേനി പറഞ്ഞു, ദീപചേച്ചിയുടെ അടുത്ത് ഒരു തിരുമേനി പറഞ്ഞു, നിങ്ങള് രഥം വലിക്കണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ അത് പ്ലാനിങ് പോലെ നടക്കേയില്ല. കാരണം എനിക്ക് അപ്പൊ ഇവിടെ പോകണം തോന്നിയാൽ ഞാൻ ഗീത ചേച്ചിനോടോ ദീപ ചേച്ചിനോടോ പറയും, ചേച്ചി നമുക്ക് അവിടെ ആ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ അവര്
സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കും. എന്നുവെച്ചാൽ അവര് പറയാ എന്നാ നമുക്ക് അവിടെ പോവാന്ന് പറയും. ഒരു ഒബ്ജക്റ്റ് ചെയ്യില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഭഗവാന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും എന്റെ കൂടെ നിൽക്കണവർ അതിലൊരു ഒബ്ജക്ഷൻ പറയില്ല. കാരണം അവര് പറയുന്നത് അത് സ്വസ്തികയ്ക്ക് ഭഗവാൻ തോന്നിക്കുന്നതായിരിക്കും. അപ്പൊ പ്ലാനിങ്ങിൽ മാറ്റം വന്നാലും അവരാരും അത് ഒബ്ജക്ട് ചെയ്യില്ല. അതാണ് എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ പോവാൻ തന്നെ കാരണം അതുകൊണ്ടാ. കാരണം എനിക്ക് ഭഗവാൻ ഇത് ചെയ്യ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഭഗവാൻ തോന്നിപ്പിക്കണതാണ് ഞാൻ ചെയ്യണത്. അപ്പൊ എനിക്ക് ചേച്ചി അവിടെ പോവാൻ ചേച്ചി, ആ അമ്പലത്തിൽ പോവാൻ ചേച്ചി, നമുക്ക് ഇവിടെ പോണ്ട ഇവിടെ അപ്പൊ അവരും അതുപോലെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കും. അപ്പൊ അതുപോലെ ഈ രഥം ആദ്യം ഇനി എന്തെങ്കിലും കിട്ടുമോന്നറിയില്ല. അപ്പോ ഈ രഥം ഒന്ന് വലിച്ചാൽ കൊള്ളാന്ന് ഇങ്ങനെ ആ രഥം വെച്ചിരിക്കുന്ന കണ്ടപ്പോ രഥം ഒന്ന് വലിച്ചാൽ കൊള്ളാന്ന് മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ തന്നെ എല്ലാരും പറയുന്നുണ്ട് ഇനിയിപ്പം സ്വസ്തിക ഇതും കൂടി വലിച്ച് നമുക്ക് ട്രെയിൻ മിസ്സാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നമുക്കിത് കണ്ടാ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ തിരുമേനി പറയാൻ നിങ്ങൾ വരുന്നുണ്ടോ രഥം വലിക്കാൻ, ഇപ്പോഴാണ് രഥം വലിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങള് രഥം വലിച്ചു. ആ ഭഗവാന്റെ രഥം വലിച്ചു. ഭഗവാനെയും ഗരുഡസ്വാമി ഹനുമാൻ സ്വാമിയെ ഇരുത്തിയിട്ടാണ് രഥം അത് വലിച്ചു. ഉണ്ണി കാണാനെ രഥം വലിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് പിന്നെയും ചെന്ന് അകത്ത് കയറി. അപ്പൊ രഥം വലിച്ചു കഴിഞ്ഞപാട് ഒരു തിരുമേനി പറഞ്ഞു വേഗം അകത്ത് പൊയ്ക്കോ, വേറൊരു ചടങ്ങുണ്ട് അത് കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി അകത്ത് കയറി. ഫ്രണ്ടിൽ തന്നെ ഞാൻ പിന്നെയും വന്നു. അപ്പോ അന്നത്തെ പൂജ ചെയ്യണ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു കന്നഡ സ്ത്രീയാണ്. അവര് എന്നെ ഇങ്ങനെ ഇതാക്കിയിട്ട് പറഞ്ഞു എല്ലായിടത്തും മുന്നിൽ വന്ന് നിക്കണോന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ, ഇത് ഇന്ന് ഞങ്ങളുടെ പൂജയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാണ്ട് നിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവരുടെ പൂജയാണ്, നമ്മൾ വലിഞ്ഞേറി ചെല്ലണാണ്. ഭഗവാൻ നമ്മളെ അടുത്ത് ഒരു അവസരം തരണതാണ് കാണാൻ. ഇനിയിപ്പോ എപ്പോഴാ വരിക അത് കാണാൻ പറ്റാന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനാണെങ്കിൽ അതൊന്നും നോക്കില്ല. അവരെന്നെ ചീത്ത വിളിക്കുക എന്ത് ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പം, എനിക്ക് ഭഗവാന്റെ അത് കണ്ടാ മതി എന്ന് തോന്നി. അപ്പൊ ഞാനിങ്ങനെ സൈഡ് മാറി നിന്നു. അപ്പൊ നോക്കുമ്പോ ഭഗവാനെ ഊഞ്ഞാലാട്ടാണ്. രാത്രിയില് അവസാനത്തെ ചടങ്ങാണ്, ഭഗവാൻ ഊഞ്ഞാലാട്ടാണ്. അയ്യോ അത് നിങ്ങൾ കാണണം കേട്ടോ. ഊഞ്ഞാലാട്ടുമ്പോ ഈ ഗോപാലകന്മാര് നൃത്തം ചെയ്യണ പോലെ അവിടുത്തെ തിരുമേനിമാര് നൃത്തം ചെയ്യും, പാട്ട് പാടും. വല്ലാത്തൊരു വൈബാണ്. 6 മണിക്ക് ശേഷം ഉടുപ്പി ക്ഷേത്രത്തില് തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് ഈ ചടങ്ങ് ഫുള്ള് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണാം. ഇനി അന്ന് എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഏകാദശി ആയിരുന്നു. ഇനിയിപ്പൊ അതുകൊണ്ടാ, ഏകാദശി അല്ല ദ്വാദശി ആയിരുന്നു. ഇനിയിപ്പൊ അതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അന്നത്തെ അവിടുത്തെ ചടങ്ങൊക്കെ ഭയങ്കര ഗംഭീരായിരുന്നു. മനസ്സ് നിറഞ്ഞു. എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റി. ഏറ്റവും സങ്കടം വന്നത് കൃഷ്ണന്റെ ആ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോണ്ടാക്ട്. എനിക്ക് ആ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ഭഗവാന്റെ കണ്ണ് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭഗവാൻ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കണ പോലെ എനിക്ക് തോന്നിയത്. അത് എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ പറയണതാണ്. കുറെ ഭക്തന്മാരെ കാണുന്നുണ്ട് ഭഗവാൻ, എന്നാലും എനിക്ക് എന്നെയാണ് ഭഗവാൻ നോക്കണത് എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക് അവിടെ നിന്നപ്പം. അങ്ങനെ ഒരു അനുഭവം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് എല്ലാം കണ്ടു. വളരെ തൃപ്തിയായി, മൈൻഡൊക്കെ കംപ്ലീറ്റ് ആയി. ഇതിന്റെ ഇടയിൽ നമ്മുടെ അംബിക ചേച്ചി കുറച്ച് നമ്മുടെ എല്ലാ അമ്പലത്തിൽ പോകുമ്പോൾ അംബിക ചേച്ചി കുറെ മാല കെട്ടിക്കൊണ്ട് വരും ഭഗവാന് ചാർത്താൻ, തുളസിമാല. അപ്പൊ തുളസിമാല ആദ്യം ഞങ്ങൾ അവിടെ വന്ന് നിന്നപ്പോ പൂജാരിമാരോട് ചോദിച്ചപ്പോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ നാമൊക്കെ ചൊല്ലി നമ്മള് അഷ്ടപതി ചൊല്ലി കഴിഞ്ഞപ്പോ, അതാണ് പറയേണ്ടത്, അഷ്ടപതിയൊക്കെ അങ്ങോട്ട് ചൊല്ലി കഴിഞ്ഞപ്പോ ഭഗവാന്റെ മുന്നിൽ അഷ്ടപതിയൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു, ഭഗവാനെ എനിക്കും ഇതുപോലെ കനകദാസന്റെ ഇത് അവര് ചൊല്ലുന്ന പോലെ എനിക്കും ഇവിടെ നിന്നിട്ടൊന്ന് അഷ്ടപതി ചൊല്ലണം എന്ന് ആലോചിച്ചപ്പോ ആ ദീപാരാധന സമയത്ത് എല്ലാം കഴിഞ്ഞ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റി അഷ്ടപതി. അത് ഭഗവാന്റെ മുന്നിൽ നിന്ന് തന്നെ ചൊല്ലാൻ പറ്റി. അപ്പൊ അത് കഴിഞ്ഞ പാടെ ആ തിരുമേനി ഉണ്ടല്ലോ, ദീപചേച്ചിക്ക് പരിചയമുള്ള ആ തിരുമേനി വന്നിട്ട് ഞങ്ങളെ മെയിൻ പ്രീസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അംബിക ചേച്ചിയുടെ തുളസിമാല അവിടെ വാങ്ങി വെച്ചു. എന്നിട്ട് നാളെ ഇത് ഭഗവാന് ചാർത്താന്ന് പറഞ്ഞു. എന്നിട്ട് അംബിക ചേച്ചിക്ക് ഉള്ളുന്ന ഒരു പ്രസാദം എടുത്തു കൊടുത്തു. അപ്പൊ എല്ലാവർക്കും കൂടെ വന്ന എല്ലാവരും ഹാപ്പിയായി. എല്ലാവർക്കും ഭയങ്കര അനുഭവമായി, ഭഗവാന്റെയും ദേവിയുടെ അനുഭവമായി. അങ്ങനെ നല്ല യാത്രയായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങളും ഇതുപോലെ സെയിം വൈബായിട്ടുള്ള ആളുകളായിട്ട് പോകണം. അല്ലാണ്ട് എനിക്ക് വിശക്കണു, എനിക്ക് വയ്യ, എനിക്ക് ഉറക്കം വരുന്നു, എനിക്കിതൊന്നും പറ്റൂല, ഇങ്ങനെയുള്ള ആളുകളായിട്ട് പോകരുത്. സെയിം വൈബുള്ള ആളുകളായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി ഇതുപോലെ എൻജോയ് ചെയ്യുക.
അത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഒരുപോലെയുള്ള ആളുകളുമായിട്ട് പോയി ഏതിനും ഒരുമിച്ച് നിൽക്കാനുള്ളൊരു മനസ്സുള്ള ആളുകളുമായിട്ട് പോവുക. അപ്പൊ അതിന് മനസ്സിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് അസൂയ, പക, വിദ്വേഷം. ഈ 3 കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ആ ഒരു ഒരുമ എപ്പോഴും ഉണ്ടാവുള്ളൂ. അസൂയ, പക, വിദ്വേഷം. അപ്പൊ ഇത് 3 മൈൻഡിൽ ഇല്ലാത്ത സുഹൃത്തുക്കളായിട്ട് പോയിട്ട് നിങ്ങള് സന്തോഷായിട്ട് അപ്പൊ എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടാവും, ഭഗവത് അനുഭവം ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കൽ ഒരു കഥയുണ്ട്. ഒരാള് ഒരു ഭയങ്കര ഒരു പ്രളയം, ആ ഒരു സ്ഥലത്ത് ഒരു പ്രളയം. അപ്പൊ എല്ലാ ആളുകളും രക്ഷപ്പെടുകയാണ്. അപ്പൊ ഒരു നീന്തൽ അറിയണ ആളും നീന്തൽ അറിയാത്ത ആളും. അപ്പൊ രണ്ടുപേരും കൂടെ തുഴയുക. പക്ഷെ നീന്തൽ അറിയുന്ന ആൾ താന്ന് പോവുക. അപ്പൊ നീന്തൽ അറിയാത്ത ആൾക്ക് നിങ്ങൾക്ക് നല്ലോണം നീന്തൽ അറിയാലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ പ്രളയത്തിൽ താന്ന് പോണേ? അതെന്റെ മടിക്കുത്തിൽ മുഴുവനും നാണയങ്ങളാ, അതിന്റെ വെയിറ്റ് കൊണ്ട് താന്ന് പോണാന്ന് പറയും. അപ്പൊ ഇയാൾ പറയും, എന്നാ നിങ്ങൾ ആ വെയിറ്റ് ഒക്കെ എടുത്ത് കളയ്, നിങ്ങൾക്ക് ജീവനല്ലേ വലുത്, നിങ്ങൾ എന്തിനാ ഇത് പിടിച്ചോണ്ടിരിക്കണേ, അതൊക്കെ എടുത്ത് കളയ്, എന്നിട്ട് നിങ്ങൾ നീന്ത് എന്ന് പറയും. അപ്പൊ അയാൾ പറയും, ഇല്ലില്ല ഇതെന്റെ സമ്പാദ്യമാണ്, ഇത് ഞാൻ കളയേയില്ല, ഇത് എന്റേതാണെന്ന് പറഞ്ഞിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അയാൾ അങ്ങ് മുങ്ങി പോവും ആ വെയിറ്റില്. ആ നീന്തൽ അറിയാത്ത ആളെ എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ ഈ വെയിറ്റ് എന്താ, നമ്മുടെ ഈ പ്രളയം എന്ന് പറഞ്ഞാൽ എന്താ, ഈ സംസാര സാഗരം തന്നെ പ്രളയാണ്. ദുഃഖാണ്, സുഖം, ദുഃഖം, പ്രശ്നങ്ങള്, രോഗങ്ങള്, പല പല പ്രശ്നങ്ങളല്ലേ. അതിന്റെ ഇടയിൽ നമ്മൾ ജീവിതമാകണ അതിൽ തുഴഞ്ഞോണ്ടിരിക്കുക, നീതികൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ കെട്ടെന്താന്നറിയോ? പക, അസൂയ, വിദ്വേഷം. ഇതൊക്കെയാണ്. ഇതിങ്ങനെ ഭാരം കൂടി വരുമ്പോൾ നമ്മൾ താന്ന് പോകുന്നു. അത് നമ്മളെ നശിപ്പിക്കും, നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കും. ഈഗോ വന്നു കഴിഞ്ഞാല് അത് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കും, നമ്മളെ ആർക്കും വേണ്ടാതെയാക്കും. അപ്പൊ ആ ഈഗോ ഒക്കെ കളഞ്ഞ് ആ ഡൗൺ ടു എർത്ത് ആയി, അത് നമുക്കൊന്നും വേണ്ട, എന്നാ എല്ലാം ഭഗവാനാണ് എന്നുള്ള ആ ഒരു എല്ലാം കളഞ്ഞിട്ട് മൈൻഡ് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് വരുമ്പോ നമ്മളെ ഭഗവാൻ ഇങ്ങനെ പൊന്തിച്ച് മേലെ കൊണ്ടുപോകും. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഭാരം എന്ന് പറയുന്ന ഇതൊക്കെയാണ്. അസൂയ, പക, വിദ്വേഷം, ഞാൻ എന്ന ഭാവം, അഹങ്കാരം, ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് കളയുക. എന്നിട്ട് നമ്മളൊന്നും അല്ല, നമ്മൾ ആരും അല്ല എന്നുള്ള ആ ഭാവം കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഭഗവാൻ, നമ്മളിങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ പൊങ്ങി പോകും. നമ്മൾ ഭാരമില്ലല്ലോ, നമ്മളൊന്നും അല്ലല്ലോ. അപ്പോൾ ബലൂൺ പോലെ ഭഗവാൻ അങ്ങനെ പൊക്കി കൊണ്ടുപോകും. അപ്പൊ അതാണ്. ഞാനപ്പോ അതിൽ ഒരു വരിയും കൂടി പാടിയിട്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ, ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ, ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം, വിശ്വദാത്രി ചരാചര മാതാവും, അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം. ഇതിന്റെ അർത്ഥം പറയാം. അതിനു മുമ്പ് ഒരാളുടെ കാര്യം കൂടെ പറയാം. നമ്മളെ രേണുക ഡോക്ടർക്ക് ഞങ്ങളോട് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ രേണുക ഡോക്ടർ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ അവിടെ ചെന്ന് നാമം ചൊല്ലുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്ത് രേണുക ഡോക്ടർക്ക് വരാൻ പറ്റിയില്ല. അവരുടെ വീട്ടിലെ മക്കൾക്ക് ചിക്കൻ ബോക്സ് ആണ്. പക്ഷെ ചിക്കൻ ബോക്സ് തന്നെ ഈ ദേവിയുടെ അനുഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ദേവി വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്, സങ്കടപ്പെടണ്ട. പക്ഷെ 100 സൗന്ദര്യലഹരി ശ്ലോകവും ഞാൻ നിങ്ങൾക്ക് ചൊല്ലി സമർപ്പിച്ചതിന് ശേഷം എനിക്ക് ഒന്നും കൂടി മൂകാംബികയെ പോകണമെന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് രേണുക ഡോക്ടറിനെ കൊണ്ടുപോകണം. രേണുക ഡോക്ടർ എല്ലായിടത്തും ഞങ്ങളുടെ വരുന്ന ആളാ, പക്ഷെ വരാൻ പറ്റിയില്ല. അപ്പൊ ആ വിഷമം മാറ്റി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു വിഷമമായിട്ടുണ്ട്. കാരണം ഒരേ വൈബിളുള്ള ആൾക്കാരെ
രേണുക ഡോക്ടറാണ് ഞാൻ എപ്പോ മൂകാംബികയിൽ പോകുമ്പോഴും മൂകാംബികയിൽ പോയിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്തെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്റെ വീട്ടിൽ നിന്ന് പോണ പോലെയാ. അപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ദേവിയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറാണ് ദേവിയുടെ ഒരു ഫോട്ടോ. ആ ദേവിയുടെ കണ്ണ് കാണാൻ നല്ല ഭംഗി അതില്. അപ്പൊ ദേവിയുടെ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ഞാൻ കരഞ്ഞിട്ട് പറയും, ഇനി ഞാൻ എപ്പോഴാ വരിക, ഇനി എന്നെ എപ്പോഴാ വിളിക്കുക, എന്നെ വേഗം വിളിക്കണേ ദേവി എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങണം. എന്നിട്ട് ഞാൻ ലൈവ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആ ഫോട്ടോ ഇങ്ങനെ കാണിക്കും. അപ്പൊ രേണുക ഡോക്ടർ എപ്പം ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ആ ദേവിയുടെ ഫോട്ടോ ഇട്ടാലും അത് ഇങ്ങനെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരും. എന്നുവെച്ചാ എനിക്ക് ഒരു ദിവസം അത് കാണണം എന്നുള്ള അർത്ഥത്തില്. അപ്പൊ അതൊരു വിഷമമായിട്ട് ഞങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ രേണുക ഡോക്ടറിനെ എന്തായാലും ഞങ്ങള് കൊണ്ടുപോയിട്ട് അത് ശരിയാക്കി തരും. അപ്പൊ ഞാനിപ്പോ ഈ ജ്ഞാനപ്പാനയുടെ അർത്ഥം പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ മായാദേവി, അതായത് നമ്മുടെ ഈ ലോകത്ത് ഫുള്ള് പ്രകൃതിയാകുന്ന മായയിൽ നമ്മൾ പ്രവർത്തിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ നിവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തി പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഒന്നും നമ്മൾ വിചാരിക്കുക എല്ലാം നമ്മളാണ് ചെയ്യണേന്ന് ഒന്നുമല്ല. എല്ലാം അവിടെ നിന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അതിൽ ഞാൻ എന്ന ഭാവം തോന്നുമ്പോഴാണ് അവിടെ നമ്മളെ പ്രവൃത്തികളിൽ പാപവും പുണ്യം വന്ന് അധർമ്മങ്ങൾ വന്ന് നമുക്ക് വിഷമവും സങ്കടവും ദുഃഖവും ഒക്കെ വരണം. അതേസമയം ഞാൻ സങ്കടവും സന്തോഷവും വരും. പക്ഷെ അപ്പൊ ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഒന്നും അല്ല, ഇതൊക്കെ അവിടത്തെ പ്ലാനിങ്ങും വേറെ നടക്കണമെന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഇവിടെ ജായ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാര് പ്രശ്നം ഉണ്ടാക്കുക, ദേഷ്യപ്പെടുക, അവരിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുക ഒക്കെ ചെയ്യുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ആ മായാദേവി കാണിക്കണ വിലാസങ്ങളെ കമ്പയർ ചെയ്യുമ്പോ ഒന്നും അല്ല. ഈ ഭാര്യമാര് നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതും ത്രട്ടൻ ചെയ്യണതും അതൊന്നും വലിയ കാര്യമല്ല എന്നാണ് ഇവിടെ പൂന്താനം തിരുമേനി. കാരണം പൂന്താനം തിരുമേനിയുടെ ഭാര്യ അങ്ങനെയായിരുന്നു. പൂന്താനം നല്ല ഭക്തിയുള്ള ആളായിരുന്നു. പക്ഷെ ഭാര്യയ്ക്ക് അത്രത്തോളം ഭക്തിയില്ല. മാത്രല്ല കുട്ടി മരിക്കുകയും കൂടി ചെയ്തതിന് ശേഷം ഭാര്യ കംപ്ലീറ്റ് ആയിട്ട് ഭഗവാനിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. ഈ ഭഗവാനെ എന്നിട്ടും പൂന്താനം പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഭഗവാൻ വിശ്വാസത്തോടെ ജീവിക്കുകയും ചെയ്യും. എല്ലാ മാസവും പോയിട്ട് ഗുരുവായൂർ പോയി ഭഗവാനെ കാണുകയും ചെയ്യുമ്പോൾ ഭാര്യ ഇങ്ങനെ ചൊറിയും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ഇത്ര കിട്ടിയിട്ട് മനസ്സിലാവില്ല, ഇപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഭക്തി കൊണ്ട് എന്താ കിട്ടുക, എന്നാ പിന്നെ നിങ്ങൾ വല്ല ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുക, നിങ്ങൾക്ക് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കും. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ മായാദേവി കാണിക്കുന്ന വിലാസങ്ങൾ കാണിക്കുമ്പോ ഈ ഭാര്യ പറയണമെന്ന് എനിക്ക് ഒന്നുമല്ല, അതിലൊരു കാര്യമില്ല, അതൊക്കെ ഗോഷ്ഠിയായിട്ടാണ് എന്ന് അദ്ദേഹം പറയാണ്. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായത് ഇത് തന്നെ. അതായത് നമ്മുടെ ഈ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ട്. നമ്മളിലും ഉണ്ട്, നമ്മുടെ ഗൃഹത്തിലും ഉണ്ട്, നമ്മളിൽ തന്നെ ഉണ്ട് എല്ലാം. ഭുവനം നമുക്കായത് ഇത് തന്നെ. വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം, വിശ്വദാത്രി ചരാചര മാതാവ്. ഈ ഭുവനത്തിലുള്ള നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാം ഉണ്ട്. ഈ ലോകം മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നടക്കണ എന്ത് മാറ്റവും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വസുദൈവ കുടുംബകം എന്ന് പറയണല്ലേ, നമ്മൾ അറിയണില്ലാന്നേ ഉള്ളൂ. പല പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് സുഖവും ദുഃഖവും വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവണുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം തന്നെ, ഈ ഭൂമി തന്നെ, ഈ വിശ്വം മുഴുവനും നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ വിശ്വനാഥനായ പിതാവുണ്ട്. നമ്മളുടെ അച്ഛനും അമ്മയും നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പിതാവ്, നമ്മുടെ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ പിതാവായിട്ട്, അദ്ദേഹമാണ് നമ്മുടെ യഥാർത്ഥ അച്ഛൻ. നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ള അച്ഛൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ എത്രയോ ജന്മങ്ങളിൽ നമുക്ക് എത്രയോ അച്ഛനമ്മമാരുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് മേലെയുള്ള ഈ പ്രപഞ്ചത്തിന് തന്നെ ബീജം കൊടുത്ത ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്ക് തന്നെ ബീജം കൊടുത്ത ഒരു അച്ഛൻ നമുക്കുണ്ട്. ജഗന്നാഥനായ ഭഗവാനുണ്ട്. ഭഗവാന്റെ വാമഭാഗ അലങ്കരിക്കുന്ന ദേവി നമ്മുടെ അമ്മയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അച്ഛനുണ്ട്. ഇനി അച്ഛനൊന്നുമില്ല, അനാഥൻ എന്ന് പറഞ്ഞ വാക്കുകൂടി തെറ്റാണ്. ഈ ലോകത്ത് ആരും അനാഥരായിട്ടില്ല. അവർക്ക് ഭഗവാനും ദേവിയും അച്ഛനും അമ്മയായിട്ട് എപ്പോഴും ഉണ്ടാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ അനാഥനാണ്. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ എപ്പോഴും നമ്മൾ അങ്ങനെ അനാഥരല്ല. ഇപ്പൊ അച്ഛനും അമ്മയും കുറച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറയും എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇല്ല, അവർക്ക് ഭഗവാൻ ഉണ്ട്. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഭഗവാനും ദേവിയും ഉണ്ട്.
ആ അമ്മയുടെയും അച്ഛനിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസം അർപ്പിക്കണം. അപ്പോ അവര് നമ്മളൊക്കെ എല്ലാം തന്നെ നമ്മളെ രക്ഷിക്കും. ഭിക്ഷാന്നം നല്ലൊരു അന്നമുണ്ട്. ഭഗവാനിൽ അങ്ങോട്ട് വിശ്വാസം അർപ്പിച്ച് എല്ലാം ആ അച്ഛനും അമ്മയും ഞങ്ങൾക്കുണ്ട്, അച്ഛനും അമ്മയും ഞങ്ങളെ നല്ലോണം നോക്കും. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാൻ തരേണ്ടതെല്ലാം തരും. അതങ്ങോട്ട് അനുഭവിക്കുക, സുഖിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, സംതൃപ്തി അടയുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷെ നമ്മൾ അത് ചെയ്യില്ല. നമ്മളെപ്പോഴും അഹം എന്നുള്ള ബോധം കാരണം നമ്മൾക്ക് അവരുണ്ട്, നമുക്ക് ബന്ധുക്കളുണ്ട്, നമുക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാം. അവസാനം ഗജേന്ദ്രൻ ആരുണ്ടായിരുന്നത്? മുതല കടിച്ചപ്പോ ആരേ വന്നുള്ളൂ? ഭഗവാനേ വന്നുള്ളൂ. ഈ ബന്ധുക്കളും ഇവരെല്ലാവരും പോയി. നമുക്കൊരു കഷ്ടം വരുമ്പോ നമ്മുടെ കൂടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ അച്ഛനും അമ്മയും മാത്രം. നമ്മുടെ ഏതച്ഛനും അമ്മയും ജഗദ്ധാത്രിയായ ദേവിയും ഭഗവാനും മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. അപ്പോ അവരിൽ അങ്ങോട്ട് വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോ വിശ്വാസം അർപ്പിച്ചിട്ട് ആ വിശ്വാസം എങ്ങനെയാ ഉണ്ടാവാ? ശക്തി കൂടാതെ, അതായത് ഭോഗാസക്തി കൂടാതെ. ഇപ്പൊ സൗന്ദര്യ ലഹരിയില് ഇന്ന് ഞാൻ വായിച്ച് സമർപ്പിച്ച ശ്ലോകം 31ാമത്തെ ശ്ലോകമാണ്. അതില് പരമേശ്വരൻ 64 സിദ്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം 65ാമതായിട്ട് ഉണ്ടാക്കിയ സിദ്ധിയാണ് ദേവിയുടെ സ്വതന്ത്ര സിദ്ധി എന്ന് പറയുന്ന ദേവി ഉപാസനയാണ്. ദേവിയെ ഭജിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഈ 64 സിദ്ധികൾ കൊണ്ട് നമുക്ക് പല പല അണിമ ഗരിമ തുടങ്ങിയ സിദ്ധികൾ ഉണ്ടാവും. വശീകരിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ആളുകളെ ദ്രോഹിക്കുക ഒക്കെ ചെയ്യുക. ഇതൊക്കെ എന്തിനാ ഭഗവാൻ ഉണ്ടാക്കിയത്? നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി, നമ്മളെ ഭോഗാസക്തിയിലാക്കാൻ വേണ്ടി. ജനനം മരണ ചക്രങ്ങളിൽ തളച്ചിടുകയാണ് ചെയ്യുക ഈ സിദ്ധികളൊക്കെ ഉണ്ടാകുമ്പോ. അപ്പൊ ആ ശക്തിയിൽ നിന്ന് നമ്മളെ മാറ്റണം. മോക്ഷമാണ്, ദേവിയാണ് വലുത്, അല്ലെങ്കിൽ ഭഗവാനാണ് വലുത് എന്നുള്ള ചിന്ത ഉണ്ടാവണം. അതാണ് മോക്ഷം, മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കാതെ ഭ്രമിപ്പിക്കുന്നതാണ് ഈ സിദ്ധികളും ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വേൾഡിലുള്ള നമ്മളെ ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഭഗവാനിൽ നിന്നും ദേവിയിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ 64 സിദ്ധികളും നമ്മളെ ഭഗവാനിൽ നിന്ന് നീക്കണ കാര്യങ്ങളാണ്. അപ്പൊ അത് ഒഴിവാക്കി ദേവിയിലേക്ക് നമ്മളെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ഭോഗാസക്തി കൂടാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണം 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 അതിനു വേണ്ടി അല്ലാതെ നാമം ജപിക്കാം. അപ്പൊ ഈ ഇപ്പൊ സൗന്ദര്യ ലഹരിയിൽ തന്നെ ഓരോ ശ്ലോകത്തിനും ഓരോ സിദ്ധികളുണ്ട്, ഓരോ ഫലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത് പറയാറില്ല. ഇന്നാളൊരു വീഡിയോയിൽ മാത്രമാണ് ഞാനത് പറഞ്ഞത്. അത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ചിലർ ഇത് കണ്ടിട്ടെങ്കിൽ ഇതൊന്ന് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ. കാരണം ചിലർക്ക് ഇത് വായിച്ചാൽ എന്താ കിട്ടുക, ഇത് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഉള്ളത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാലേ അവരൊരു കാര്യം ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിൽ മാത്രം പറഞ്ഞു ഇത് ചെയ്താൽ എങ്ങനെ കിട്ടുമെന്ന്. സത്യം പറഞ്ഞാൽ ഓരോ ശ്ലോകത്തിനും ഓരോ ഫലം ഉണ്ട്. പക്ഷെ അതിന്റെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഫലമല്ല വേണ്ടത്, നമുക്ക് ദേവിയുടെ അനുഗ്രഹമാണ് വേണ്ടത്, നമുക്ക് ദേവിയുടെ ശ്രദ്ധയാണ് വേണ്ടത്. നമുക്ക് ദേവി ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അതാണ് നമുക്ക് വേണ്ട ഫലം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫലങ്ങളൊന്നും കാര്യമില്ല. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഭഗവാൻ തരും. നമ്മൾ അതൊന്ന് ചോദിച്ച് മേടിച്ച് നമ്മൾ ഈ ഭിക്ഷാർത്ഥികളെ പോലെ നടക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭോഗാസക്തി കൂടാതെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭക്തിയോടുകൂടി സദാ നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. പൂതാനം തിരുമേനി പറയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയായിട്ടുള്ള ഭഗവാനും ദേവിയും കൂടെ എല്ലാം അങ്ങോട്ട് സാധിച്ചു തരും. നമ്മൾ ചുമ്മാ കൈയും കെട്ടി നാമം ചൊല്ലിക്കൊണ്ടിരുന്നാ മതി എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞ് നിങ്ങളുടെ കർമ്മങ്ങളൊന്നും ചെയ്യാണ്ട് ചുമ്മാ നാമം ജപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ച് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങള് ഞാനാണ്, എന്റേതാണ് എന്നുള്ള ചിന്തയില്ലാണ്ട് ചെയ്യുക. അഹങ്കാരവും പകയും വിദ്വേഷവും അസൂയയൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞിട്ട് അതൊക്കെ ചെയ്യുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും, ബാക്കിയൊക്കെ ദേവി നോക്കിക്കോളും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും മൂകാംബികയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ പോണട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് ദേവി മഹാത്മ്യ, സൗന്ദര്യ ലഹരി ഒക്കെ വായിച്ച് സമർപ്പിക്കുക. സൗന്ദര്യ ലഹരി ഇനി ഒരുപാട് അഷ്ടപതി ഒരുപാട് പേരിൽ എത്തിച്ച പോലെ സൗന്ദര്യ ലഹരി ഒരുപാട് പേരിൽ എത്തട്ടെ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ തന്നെ നിങ്ങള് ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് നിങ്ങള് ജപിക്കുക ശ്ലോകങ്ങള്. എല്ലാവർക്കും ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.